ജ്യൂസ് വേൾഡ് ഈക്വൽ അബദ്ധം. ഉപ്പൊക്കെ കറക്റ്റാണ്. പരാജയങ്ങൾ ആഘോഷിക്കുക, നമ്മുടെ വിജയങ്ങൾ നമ്മൾ ആഘോഷിക്കുക. ലാഭം കഞ്ഞി കുടിച്ചു പോവും. അതിന്റെ ഒരു ബുദ്ധി ദീർഘവിഷ്ണു. ഇതെങ്ങനെ നിനക്ക് പറ്റണേ? സാധനം മുള വന്നാ വന്നില്ലേ? വന്നു. ഇതുകൊണ്ടാ ഈ ചിക്കൻ ലെഗും പിന്നെ വേറെ ഒരു സൈഡിലത്തെ ഒരു വലിയൊരു പീസും ഭീകര കഷ്ണങ്ങള്. ബെസ്റ്റ് പഴം പൂട്ടും. അതൊന്നും കൂടി കറങ്ങിയിട്ട് വരാം മുതലാളി. പ്രിയപ്പെട്ടവരെ നമസ്കാരം. സമയം വൈകുന്നേരമാണ് കേട്ടാ. ഞങ്ങൾ ഈ കുടിയിലേക്ക് വന്നാണ്. നല്ല മഴയാണ്. ഇപ്പോൾ കുറച്ച് നേരത്തെ മഴ പെയ്ത് തോർന്നു. അപ്പോൾ എന്താ വെച്ചാൽ ഈ വർഷകാലത്ത് സമയത്ത് നമുക്ക് ഉച്ച കഴിഞ്ഞ സമയത്ത് എന്തെങ്കിലുമൊക്കെ തിന്നാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാലാവസ്ഥയാണല്ലോ. അപ്പോൾ നമ്മൾ അവലോസ് പൊടി 2 കൊല്ലം മുമ്പാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. നമ്മൾ 2 കൊല്ലം മുമ്പാണ് ഉണ്ടാക്കി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. എത്ര നാൾ മുമ്പാണ് ഉണ്ടാക്കി വെച്ചാൽ നമ്മളിത് അവിടെ ഇരുന്നിട്ട് ഉണ്ടാക്കിയതല്ലേ? അത് 2 കൊല്ലം കഴിഞ്ഞ് 2-3 കൊല്ലമൊക്കെ ഉണ്ട്. ഇലഞ്ഞീര കടക്കിരുന്നു. അപ്പം മരങ്ങളൊക്കെ ഉള്ള ടൈമില് അപ്പോൾ 2-3 കൊല്ലം മുമ്പാണ് നമ്മൾ അവലോസ് പൊടി ഉണ്ടാക്കിയതിട്ടാ. ഇപ്പോൾ അവലോസ് പൊടി ഉണ്ടാക്കിയിട്ട് ഒരു ചെപ്പില് ഇരിക്കുന്നത് കാണാനായിട്ട് കൊതിയാവുക. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പീശ കട്ടൻ കാപ്പിയിലൊപ്പം കഴിക്കാമല്ലോ. അപ്പോൾ നമ്മൾ അവലോസ് പൊടി ഉണ്ടാക്കാൻ പറയുന്നുണ്ട് ചേട്ടൻ. ഒന്നുമില്ല, അങ്ങനെ ഇരിക്കണത് കണ്ടാ മതിയല്ലോ ചേട്ടന്റെ ചെപ്പില്. കണ്ടാ മതി. ചേട്ടൻ ഞാൻ ചെയ്യാൻ പോണേ, ഞാൻ ചെയ്യണ്ടേ? ഇതിൽ ചെയ്യാനായിട്ട് ഒന്നുമില്ല, കാണിച്ചു തരാം. സിമ്പിൾ പരിപാടിയാണ്. മിക്സ് ചെയ്യല് ചേട്ടൻ ചെയ്യും അല്ലേ? ഇളക്കണത് ഞാൻ ചെയ്യാൻ മതി. നമ്മൾ കൂടുതൽ ഉണ്ടാക്കാനായിട്ട് 2 കിലോ അരി കുതിർത്ത് പൊടിപ്പിച്ചാണ് കേട്ടോ. അത് പച്ചപ്പൊടിയാണ് കേട്ടോ. പച്ചരി 2 കിലോ എടുത്തിട്ടുണ്ട് കേട്ടോ. പൊടിപ്പിച്ച് കൊണ്ടുവന്നുണ്ട്. ഇത് പൊടിപ്പിച്ചിട്ട് കുറച്ച് സമയമായി. സാധാരണഗതിയിൽ പൊടിപ്പിച്ചിട്ട് അപ്പം തന്നെ ചെയ്യണമെന്നാണ് പറയുക. മഴ വീണ്ടും പെയ്തു. സാല പെയ്ത. ഈ 2 കിലോ അരിയിലേക്ക് 4 നാളികേരം വേണം. നാളികേരത്തിനൊക്കെ ഇപ്പോൾ ഒടുക്കത്തെ വിലയാണ്. അപ്പോൾ 4 നാളികേരം ചെരുകിയത്. വലിയ കൊറ്റനും കുറ്റനൊന്നും പാടില്ല. അത് കൊറ്റനല്ല, എന്താ പറയുക, നൈസായിട്ട് ചെരുകിയെടുക്കണം കേട്ടോ. അപ്പോൾ 2 നാളികേരം കൊറ്റെന്നാ പറയണത് തേങ്ങ. അപ്പോൾ 2 നാളികേരം ചെരുകിയെടുത്തു. അത് നമ്മൾ ഒരു ഉരുളി എടുത്തിട്ട് നമ്മൾ ഇതിലാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ആദ്യം തന്നെ ഈ നാളികേരം ഇതിലേക്ക് ഇടണം. ഇനി ആദ്യം തന്നെ നമ്മൾ ഈ നാളികേരം നമ്മൾ ഇതിലിട്ടിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന പാത്രത്തിലിട്ടിട്ട് ഇങ്ങനെ ഇട്ട് തിരുമ്പണം. തുടക്കം തന്നെ നമ്മൾ പാചകത്തിലേക്ക് കിടക്കണം കേട്ടോ. നന്നായി തിരുമ്പിരിക്കാം. കൈയൊക്കെ ഞാൻ കഴുകിയോന്നുള്ളതാണ് കേട്ടോ. അടിപൊളിയായിട്ട്. ഈ അവലോസ് പൊടി ഉണ്ടാക്കുമ്പോഴേ അത് നമുക്ക് കയ്യോറിയിട്ടിട്ടൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ല. ഇത് പഴയ രീതിയിൽ ചെയ്യുന്ന ഒരു രീതിയാണ്. ഇത്രയധികം നാളികേരം ഈ അരി പൊടിപ്പിച്ച് വറുത്ത് കിട്ടുന്ന സ്ഥലങ്ങളിൽ അവലോസ് പൊടി വറുത്ത് തരും. പക്ഷെ നമ്മൾ എല്ലാം മിക്സ് ചെയ്തിട്ട് കൊണ്ടുകൊടുക്കണം. അപ്പൊ ഒരു വറുത്ത് തരും. വറക്കലാണല്ലോ ഒരു പണി. വറക്കലല്ല പണി. ഈ നാളികേരം ചേരക്കല് പണി. 4 നാളികേരം ചേരുന്നുണ്ടല്ലേ? ഈ സൗണ്ട് കിട്ടാ. ഈ സൗണ്ട് ഇപ്പൊ ഞാൻ പറയട്ടാ, കേക്കും പറയട്ടാ. കേക്കണം. തവളേരെ അത് തവള നിങ്ങടാ പ്രിഡേറ്റർസ് മേലത്തെ പോലെ അതന്നെ. അപ്പോൾ ഇത് നമ്മൾ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ നാളികേരം നമ്മൾ മുഴുവൻ നമ്മുടെ വീണ്ടും ഈ പാത്രത്തിലേക്ക് എടുക്കണം കേട്ടോ. ഇത്രയ്ക്ക് നാളികേരൊന്നും ഈ എന്താ പറയുക ഉണ്ടാക്കണവര്, അതായത് വിൽപ്പനയ്ക്കുള്ളവരൊന്നും ചെയ്യില്ല കേട്ടാ. നമുക്ക് അവലോസ് പൊടി ഉണ്ടാക്കി വിൽപ്പന നടത്തിയാലോ? മുതലാവില്ല ഇപ്പോഴത്തെ കാലാവസ്ഥ. അല്ല, നല്ല ഇതുകൾ ഉപയോഗിക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് പൈസ കൂടുതൽ വാങ്ങിക്കാലോ. അല്ല, നാളികേരത്തിനൊക്കെ എന്തൊരു വിലയല്ലേ. ഇനി ഇത് ഇവിടേക്ക് മാറ്റി. ഇനി നമ്മുടെ ഈ അരിപ്പൊടിയില്ലേ, അരിപ്പൊടി അത് ഇരിക്കും പണി. നിനക്ക് ആ മിക്സിയിൽ അടിക്കാൻ തരാം. ഒരു മിനിറ്റ്, ഞാൻ അരിപ്പൊടിയിലേക്ക് ഇരുന്നു കേട്ടാ. നോക്കണത് ഇനി ഇതിന്ന് കുറച്ച് അരിപ്പൊടി നമ്മൾ എടുക്കണം കേട്ടോ. കുറച്ച് അരിപ്പൊടി. ഇനി നമ്മൾ ഈ അവലോസ് പൊടിയിലേക്കുള്ള ഉപ്പില്ലേ, ഇതിലേക്ക് കാണിച്ചോട്ടെ. ഇതിലേക്കൊന്നും കാണിക്കില്ല.
നമ്മൾ ഈ അരിപ്പൊടി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അവലോസ് പൊടിയിലേക്കുള്ള ഉപ്പ് നമ്മൾ ഈ അരിപ്പൊടിയിലേക്ക് ഇടുന്നു കേട്ടോ. ഇത്രയ്ക്ക് ഉപ്പ് മതിയാവില്ല തരുക. പിന്നെ നോക്കിയിട്ടിടാം. ഇത്രയ്ക്ക് ഉപ്പ് മതി. പിന്നെ നോക്കിയിട്ടില്ല. കുറവാണെങ്കിൽ എന്നിട്ട് ഇത് മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്യുക കേട്ടോ. ഉപ്പ് ഈ അരിപ്പൊടിയും കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ ഇതിലേക്ക് ഇരുന്നു കേട്ടോ. എന്നിട്ടിത് നന്നായി അങ്ങോട്ട് ഇളക്കണം. ഇത് കൊള്ളില്ല, ഇതരുതാ പോലെ ഇളക്കുമ്പോൾ സൂക്ഷിച്ചിളക്കേണ്ടി വരും. ആ തുടക്കാം. പിന്നെ ചുരുങ്ങൂല ഭയങ്കരമായിട്ട്. ഇതും കൂടി വരുമല്ലോ, ഇതൊക്കെ വരുമല്ലോ. ഈ ഉള്ളോ അല്ലേ നമുക്ക് വലുത്? നമ്മുടെ ഏറ്റവും വലുത് ഇതാണ്. അത് പിന്നെ അല്ലേ എൻ്റെ അവിടെ നിന്ന് വാങ്ങിക്കണം. ഇത്ര മതി നമുക്ക്. നമ്മൾ 1 കിലോ ഞാൻ അന്ന് ഉണ്ടാക്കിയെന്ന് തോന്നുന്നു. അല്ല അല്ലേ? 1 കിലോ. ഇപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിലേ ഞാൻ പറഞ്ഞതല്ലേ 1 കിലോ മതി. ചേട്ടൻ തിന്ന് കഴിക്കൂ. വർഷകാലം കഴിയണവരെ സമയം ഉണ്ടല്ലോ അല്ലേ? ഉപ്പ് നന്നായി ഇതിൽ ചേർന്നിട്ടുണ്ട് എന്നർത്ഥം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നിട്ടാ. അതാണ് പണ്ടത്തെ ഒരു രീതിയാണ്. പണ്ടത്തെ കാരണന്മാര് പിന്തുടർന്നു വന്ന രീതിയാണ് ഉപ്പ് നേരെ. അത് അന്നെങ്ങനെ ചേർത്ത ഉപ്പ് വെള്ളമാണോ? ഇങ്ങനെ പണ്ട് കാലത്ത് ഉപ്പ് വെള്ളമായിരിക്കും. ഇനി നമ്മൾ 2 കിലോയ്ക്ക് ഉള്ളി ഇത്തിരി അധികം എടുത്തിട്ടുണ്ട്. സാധാരണ 1 കിലോയ്ക്ക് ഇതിങ്ങനെ ഒറ്റ പിടി അല്ല ഒരു പിടി ഉള്ളിയാണ് എടുക്കേണ്ടത് കേട്ടോ. ഇത് ഇത്രയ്ക്ക് ഒരു പിടി ഉള്ളിയാണ് എടുക്കുക. ഞാൻ ഇത്തിരി കൂടുതൽ എടുത്തു മാത്രം. അപ്പോൾ നമ്മൾ ഉള്ളി ഇത്തിരി കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 2-3 പിടി ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 കതിര് വേപ്പില എടുത്തിട്ടുണ്ട്, കറിവേപ്പില. ഇത് മിക്സിയിലെ ജാറിലൊന്ന് ചതയ്ക്കണം. അത് സരിത ചതച്ചോളൂ. 2 പാർട്ടാക്കിയിട്ട് എടുക്കാം അല്ലേ? 2 പ്രാവശ്യം ആക്കിയാൽ മതി. അതുപോലെ ഒന്ന് വെറുതെ ചതച്ചു. അപ്പോൾ നമ്മുടെ ഉള്ളി ചതച്ച് കൊണ്ടു. അത് ഇതിലേക്കാണ് ചേർക്കട്ടെ. പിന്നെ അടുത്തത് നമ്മുടെ നാളികേരം ഇതിലേക്കിടുക. ഇത് കറുത്ത എള്ളാണ് കേട്ടോ. എള്ള് കഴുകിയതാണ്. അത് ഒരു 2-3 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതിടാം. ഇത് ജീരകമാണ് കേട്ടോ. ചെറിയ ജീരകം, നല്ല ജീരകം. അത് നമ്മൾ ഒരു 2 ടീസ്പൂൺ ജീരകം കേട്ടോ ഇതിലിടുന്നു. ഇനി നമ്മൾ ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ആക്കണം. മിക്സ് ആക്കലാണ് ഒരു പണി അല്ലേ? ആക്കലാണ് അതിൻ്റെ ടേസ്റ്റ്. ഞാൻ 2 കൈയും കഴുകിയിട്ടാണ് വന്നത് കേട്ടോ. ഇനി നമുക്ക് 2 കൈയും ഉപയോഗിക്കണം. 1 കിലോ മതിയായിരുന്നു ചേട്ടാ പൊടി അല്ലേ? ഇത് ചുരും കൂടി എന്തായാലും ഉണ്ടാക്കാൻ തീരുമാനിച്ചു. പിന്നെ എപ്പോഴും ഉണ്ടാക്കണ സാധനം നല്ലല്ലോ അല്ലേ? ഇത് നന്നായി കണ്ട് തീരുമാനം നമ്മളിത്. അതായത് ഇത് ശരിക്കും പറയുകയാണെങ്കിലേ തിരുമ്മി കഴിഞ്ഞിട്ട് പിന്നെ 1 മണിക്കൂർ നേരം പൊത്തി വയ്ക്കണം, മൂടി വയ്ക്കണമെന്നാണ് പറയുക. അപ്പോഴാണ് നമുക്കതിന് ഇനി സമയമില്ല. നമ്മൾ ആ ഒരു ഭാഗം സമയം അല്ല കുറച്ച് സമയം വെക്കിയിരുന്നു മുന്നേ തിരുമ്മിട്ടല്ലേ? പൂരം വറുത്തെന്ന് പറയാം ആളുകൾ. പിന്നെ എള്ളൊഴിച്ചതിൽ ചേർത്തേക്കണ ബാക്കി സാധനങ്ങളില്ലേ, ചുമന്നുള്ളി, വേപ്പില, ഉപ്പ്, ഇതൊക്കെ ചേർത്തിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് കൈ കൊണ്ട് കുറേ നേരം ഇങ്ങനെ ഇതാക്കി കഴിഞ്ഞിട്ട് പുട്ടുണ്ടാക്കും. വേറെ കറിയൊന്നും വേണ്ട, ഭയങ്കര ടേസ്റ്റാണ്. നമ്മുടെ പനമുക്കിലത്തെ അമ്മായി ചെയ്യണ കണ്ടിട്ട് ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ട് മനസ്സിലായി ഇത്ര ടേസ്റ്റ് ഉണ്ട്. ഇനി തിരുമ്പലോട് തിരുമ്പൽ. ഛർദിക്ക് തിരുമണ ഇനി ഞാൻ കയ്യിലാക്കണ്ടല്ലോ. എന്താ കൈ അടിച്ചാ?
അവലോസ് പൊടി ഉണ്ടാക്കി വിൽക്കുകയാണെങ്കിൽ നമ്മൾ ഈ മെത്തേഡിൽ ഉണ്ടാക്കുകയാണെങ്കിൽ എത്ര പൈസയായി ഇതിന്? എത്ര കാശ് വന്നു എന്ന് പറഞ്ഞു ഇതുവരെ? 2 കിലോ 36 വരെ അരിയാണ്. ഇപ്പൊ 2 കിലോ അരി 20 രൂപ പൊടി, 40 രൂപ, 30 രൂപ പൊടി, 40 രൂപ പൊടിപ്പിക്കാൻ 2 കിലോന്. അപ്പൊ 70 72 40 എത്രയാ? 112. ഉള്ളി ഒരു 1/2 കിലോ ഉള്ളി 50 രൂപ വിചാരിച്ച 50 രൂപ ഉള്ളി. 4 നാളികേരം. 4 നാളികേരത്തിന് എത്രയായി? ഒരു 40 രൂപ വെച്ചിട്ട് കണക്കാക്കി. ഒരു നാളികേരത്തിന് 160 രൂപ. അപ്പൊ എത്രയായി? 162 160 320 322. പിന്നെ എള്ള് ജീരകം ഉപ്പ് കൂടിയിട്ട് വേണമെങ്കിൽ ഒരു 20 രൂപ 20 രൂപ. അപ്പൊ എത്രയായി? നേരത്തെ എത്ര പറഞ്ഞിട്ടുണ്ടായിരുന്നു? 322. അതിൽ കൂടെ ഒരു 20 രൂപ കൊണ്ട് കൂട്ടിക്കോ. 342. ഇത്രയും പൈസ ഇതിന് ഇപ്പേ. ഇനി നമ്മുടെ പണി തീ കത്തിച്ച് ഇത് ഇളക്കി ഉണ്ടാക്കുന്ന പണിയാണ് ഇനി അടുത്തത്. അതെ, ഇതിന് കിട്ടണ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2,300 കിട്ടാ. 2 കിലോന് 300 കിട്ടാ തൂക്കം. അത്ര കിട്ടുമോ? അതെങ്ങനെയാ? നമ്മൾ 1 കിലോനേക്കാളും കുറയല്ലേ? 1 കിലോ ആക്കിയിട്ട് ഇല്ല, ഇതിൽ കുറെ സാധനങ്ങൾ ചേർത്തില്ലേ. പക്ഷെ വെള്ളത്തിന്റെ അംശം മൊത്തം അതൊക്കെ പോയാലും കറക്റ്റാണ്. ഞാൻ തൂക്കം നോക്കിയിട്ട് നമ്മൾ ഫസ്റ്റ് വീടിയില്ലേ 6 കൊല്ലം മുമ്പ് അവലോസ് പൊടിയിൽ വീടിയിട്ടുണ്ട്. അതിൽ ഞാൻ കറക്റ്റ് അളവെടുത്തിട്ട് തൂക്കം നോക്കി. ഇപ്പോൾ 1,150 അത്രയായിട്ട് വന്നേ കറക്റ്റ്. അപ്പം അന്ന് 1 കിലോ അവലോസ് പൊടിക്ക് പീടികയിൽ വില വെച്ചപ്പോൾ 170 രൂപയാണെന്ന്. 1 കിലോ അവലോസ് പൊടിക്ക് 170 രൂപ. 6.5 കൊല്ലം മുന്നേ. 6.5 കൊല്ലം എത്രയുണ്ടാവും? ഇത്ര നാളേരൊന്നും ഉള്ളിയൊന്നും എന്തായാലും ചേർക്കില്ലേ? അവലോസ് പൊടിയുടെ വില നീ ഇത് മറ്റേ സാധനത്തിലടിച്ച് നോക്കിയേ. അപ്പൊ അല്ല ഇതുപോലെ ഉള്ളിയും ചേർക്കില്ലേ? നമ്മളിങ്ങനെ തിരുമ്മിയിട്ട് പിന്നെ ഇതിങ്ങനെ എല്ലാം കൂടിയിട്ട് ഇതിങ്ങനെ പൊത്തി വയ്ക്കും കേട്ടാ. ഇങ്ങനെ പൊത്തി വെച്ചിട്ട് മൂടി വയ്ക്കണം. 1 മണിക്കൂർ നേരം മൂടി വെച്ചിട്ട് പിന്നെ വീണ്ടും നമ്മൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വീണ്ടും ചെയ്യേണ്ട സമയം പിന്നെ കൊടുത്തിട്ട് പിന്നെയും കുറച്ച് നേരം കൂടിയും നമ്മൾ ഇങ്ങനെ തിരുമ്മും. ഇപ്പം അടിപൊളിയായിട്ടാ, നല്ല ടേസ്റ്റാണ്. ഇതുകൊണ്ട് സരിത പറയാം കൂട്ട് തിന്നാൻ തോന്നുന്നു. എനിക്ക് ഉപ്പൊക്കെ കറക്റ്റാണ്, ഭയങ്കര ടേസ്റ്റാണ്. ഇനി തീ കത്തിയിട്ടാ, നമ്മുടെ തീ കത്തി. അപ്പോൾ തീ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആള് തണുപ്പം മട്ട, ലെക്ക് കിട്ട മട്ട. പുക വലിച്ചു പോണില്ല. പുക വലിച്ചു പോകാനായിട്ട് വഴിയുണ്ട്. അതിൽ തീ കത്തിച്ചിട്ട് അപ്പുറത്തോടെ ഒരു ഇത് വേണ്ട. അങ്ങനെ ഇളക്കല് സരിത ഏറ്റെടുത്തിരിക്കുകയാണ്. അങ്ങനെയല്ല ഇളക, അല്ല ഇളകല്ല. ഇതേ ഈ പാത്രത്തിൽ ഇത്ര പറ്റില്ല. അത് ചുരുങ്ങും സരിത. പകുതി പൂ പുറത്തേക്ക് ചുരുങ്ങണേ. ഇനി സമയം എത്ര കഴിയണമെന്ന് അറിയാം. അതുവരെ ഇളക്കണ്ട ചേട്ടാ. ഇനിയിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് വലിയ പാത്രം എടുക്കാനായിട്ട് നമുക്ക് പറ്റില്ല. ചേട്ടൻ്റെ മര്യാദയ്ക്ക് പറയാം 1 കിലോ മതി. പകുതി പൊടി മാറ്റിയാലോ നമുക്ക്? മാറ്റുന്ന പരിപാടി ഇല്ല. എന്തിനു മാറ്റിയിട്ട് നമുക്ക് കുറച്ച് ദിവസം പുട്ടുണ്ടാക്കാം. അല്ലാന്ന് ഇന്ന് കൊള്ളണം, അല്ലാണ്ട് മാറ്റിയിട്ട് ചൂടായി വരണല്ലോ പേടിക്കാൻ. അല്ല, ഞാനൊരു ഐഡിയ പറയട്ടെ. ഇത് പകുതി എടുത്തിട്ട്, പകുതി അല്ല ഇതിൽ കൊള്ളാവുന്നത് വെച്ചിട്ട് ബാക്കി എടുത്തിട്ടേ ചെപ്പിലാക്കി അടച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. നാളെ നമുക്ക് എന്നിട്ട് ഉണ്ടാക്കാം. ഇനിയിപ്പോ ഒന്നും ചെയ്യണ്ടേ. ചാടാണ വഴി നോക്ക്. ചാർലി ചാടണ വഴിയാട്ടത്. എങ്ങടാ പോണത്? ഞാനൊന്നും കൂടി കറങ്ങിയിട്ട് വരാം മുതലാളി. എങ്ങടാ പോണത്? അപ്പൊ ഒരു പ്രശ്നം, നമ്മുടെ ഈ പാത്രം അബ്യൂസ് വേൾഡ് ഈക്വൽ അബദ്ധം. ഇത് ഇളക്കാനായിട്ട് ഭയങ്കര
ഭയങ്കര പാത്രമാണ്, ഭയങ്കര ബുദ്ധിമുട്ടാ. അരി വാങ്ങിക്കാനായിട്ട് പോകുമ്പോ ഞാൻ പറഞ്ഞു 1 കിലോ മതി, കേട്ടില്ല. അപ്പൊ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് സരിതിക്ക് പൂട്ടുണ്ടാക്കാനായിട്ട് എടുത്തു വയ്ക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇതിന് എടുക്കണത് കുഴപ്പമില്ല കേട്ടാ. നിങ്ങൾ നോക്കിക്കോ, ഇതെങ്ങനെ എടുക്കണ്, ഇളക്കാൻ സൗകര്യത്തിനാണ് കേട്ടാ. എന്നെ തെറ്റ് പറയാൻ പറ്റില്ലേ? അതെ, എല്ലാ തെറ്റും എന്റെയാ. അപ്പൊ നമ്മള് ഏകദേശം ഇതുകൊണ്ടുള്ള പൂട്ട് ഗംഭീര സാധനം കേട്ടാ. അതിന് വേണ്ടിട്ടാണോ അപ്പൊ ചേട്ടൻ ഇതൊക്കെ ചെയ്തത്? എനിക്ക് പൂട്ടണ മതി. അപ്പൊ ഏകദേശം ഇത് മുഴുവനൊന്നും പുട്ടുണ്ടാക്കാൻ പറ്റില്ല. ഫ്രിഡ്ജിലെടുത്ത് വെച്ചൂടെ? ആ, നാളെ എന്നിട്ട് അവലോസ് കൂടി ഉണ്ടാക്കാം. ഇത് തന്നെ അത് നമുക്ക് അടുക്കളയിൽ ഉണ്ടാക്കാം. അപ്പൊ അത്രയ്ക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടാ. ഇനി ഇളക്കാൻ പറ്റൂല്ലേ? ഇനി ഇളക്കാൻ കുഴപ്പമില്ല. ഈ സാധനം കൊണ്ട് ഇളക്കാൻ പറ്റണ്ട. ആ മരത്തിന്റെ കയ്യിൽ നോക്കി നോക്കിയേ, അത് എളുപ്പം തോന്നും. 2 കയ്യിൽ ചൂലുണ്ടാക്കണല്ലേ? ചൂലുണ്ട്. അത് മാത്രം ഒരു ചൂല് ഒഴിഞ്ഞിട്ട് ഇങ്ങനെ ഇത്ര പോകുന്ന അത് അപ്പഴല്ല ഇളക്കാ. ഇത് ഫ്രീ ആവുമ്പോഴാണ് ഇളക്കാൻ പറ്റുള്ളത്. പിന്നെ ഞാൻ അമ്മയ്ക്ക് ഉണ്ടാക്കണ കൈപ്പത്തിയില്ലേ, ചോറും വിളമ്പണ കൈപ്പത്തി, അതുകൊണ്ട് ഉണ്ടാക്കണേ. മരത്തിന്റെ കൊണ്ട് ഇളക്കാം. ഞാനിതുകൊണ്ടാന്ന് വെച്ചാൽ ഒരു വർഷം പുട്ടുണ്ടാക്കി കൊണ്ടിരട്ടെ. ഇപ്പൊ ഉണ്ടാക്കി കൊണ്ടു വെറുതെ നമുക്ക് കഴിക്കാം. സരിത അടുക്കളയിൽ നിന്ന് പൂട്ട് ഒരെണ്ണം ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരാണ്. അപ്പൊ ഞാൻ ഇളക്കട്ടെ. തീ കെട്ടുടങ്ങിട്ടാ. തീ കത്തിക്കാൻ പോന്നു. അപ്പൊ സരിത പൂട്ടുണ്ടാക്കാൻ പോയി. അപ്പൊ നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടാ. ഇളക്കലാണ് ഒരു ഭയങ്കരമായ ഒരു പണി കേട്ടാ. അപ്പൊ കുറച്ച് കൊണ്ടുപോയാലും സൗകര്യം ഇളക്കാനായിട്ട്. അപ്പൊ ഇത് ഇളക്കി കളറിലേക്ക് മാറി വരണം. കുറച്ചധികം സമയത്തെ പണീൻ്റെ ആയിട്ട് നമുക്കിത്. നമ്മളത് ചുരുങ്ങി വരികയാണ്. സരിത പൂട്ടും. എൻ്റെ അമ്മേ, റോബസ്റ്റ് പഴം പൂട്ടും. ആ ആനന്ദലബ്ധിക്ക് ഇനി എന്ത് വേണം? നമ്മുടെ അബദ്ധങ്ങൾ നമ്മൾ ആഘോഷിക്കുക, മോഹൻലാൽ പറയണ പോലെ അല്ലേ? നമ്മുടെ പരാജയങ്ങൾ നമ്മൾ പുറത്തേക്ക് കളഞ്ഞു തോന്നുന്നു. അതെങ്കിലും അവലോസ് പൊടിയാക്കുമ്പോൾ അതിന് ചുറ്റും വട്ടത്തൊക്കെ വരും. നമ്മുടെ അബദ്ധങ്ങളല്ല, നമ്മുടെ പരാജയങ്ങൾ ആഘോഷിക്കുക, നമ്മുടെ വിജയങ്ങൾ നമ്മൾ ആഘോഷിക്കുക. അപ്പൊ അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഞാൻ ഈ റോബസ്റ്റ് പഴം വാങ്ങിച്ചു പോണത് എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിലേ, അവലോസ് പൊടിയിൽ റോബസ്റ്റ് പഴം മുക്കിയിട്ട് തിന്നിടന്നാണ്. നമ്മുടെ ആരെ മെറ്ററാന്ന് അറിയും. നമ്മുടെ എല്ലാവരും ചെയ്യുന്നതാണെന്നുണ്ട്. നമ്മുടെ തട്ട് കിടന്നില്ലെങ്കിൽ നമ്മുടെ അത് കൈ പൊള്ളിയതല്ലേ മിഞ്ഞാത്ത പാചകത്തില് നമ്മുടെ കൈ ടച്ച് ചെയ്ത നമ്മുടെ തട്ട് കിടന്നിറങ്ങിയിട്ട് നമ്മുടെ വീടിൻ്റെ മുകളിൽ സ്വർണ്ണപ്പടി ഉണ്ടല്ലേ, ഷിബിനും ബിനോയും. അപ്പോൾ ബിനോയിയുടെ ഒരു രീതിയാണ് അവലോസ് പൊടി റോബസ്റ്റ് പഴം മുക്കി തിന്നാണ്. ഭയങ്കര ടേസ്റ്റാണ്. അതിന് വേണ്ടിയിട്ടാണ് റോബസ്റ്റ് പഴം ഞാൻ വാങ്ങിച്ചു പോണത്. ഞാൻ നേന്ത്രപ്പഴം പിന്നെ ചെറുപഴം കൂട്ടി കുഴച്ചിട്ടൊക്കെ തിന്നൊക്കെ കണ്ടിട്ടുണ്ട്. പല സാധനങ്ങൾ തിന്ന്. പിന്നെ ഈ കട്ടൻ കാപ്പിയില്ലേ, കട്ടൻ ചായ ഇല്ലേ, അതിലേക്ക് അവലോസ് പൊടി ഇട്ടിട്ട് ചായ കുടിക്കുക. വെറുതെ പഞ്ചസാര ഇട്ട് കഴിക്കാനും പഞ്ചസാര ഇടുമ്പോൾ പിന്നെ അതിൽ നാളികേരം കൂടി ചെരിയിടണം. അങ്ങനെ വാ പൂട്ട് തിന്നെ. ഞാൻ അത് ഇളക്കട്ടെ. ചേട്ടൻ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കാം. എന്നാൽ ശരി, ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പം നമുക്ക് പൂട്ടിലേക്ക് പോവാം. ഞാൻ കൈ കേട്ടാ. അങ്ങനെ നമ്മുടെ അവലോസ് പൊടി പൂട്ട്. അത് കുഞ്ഞിതായിരുന്നു. ഞാൻ അത് എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതായിരുന്നു. കുഞ്ഞിത് കണക്കനെയാണ്. പിന്നെ റോബസ്റ്റ് പഴം. ഈ പൂട്ടിനൊരു ടേസ്റ്റ് ഉണ്ടാവും, പ്രത്യേക ടേസ്റ്റ്. പഴം കൂട്ടാണ്ട് വെറുതെ കഴിച്ചു നോക്കിയ പുട്ട്. പഴം കൂട്ടാണ്ട് പിന്നെ അടിപൊളിയാ. അങ്ങനെ കഴിക്കേ. അതാ അതിന് അരിപ്പൊടി വാരി തിന്നുമ്പോൾ തന്നെ ഭയങ്കര ടേസ്റ്റാ. അത് കുറെ വാരി തിന്നോണു. ഈ നേരത്തെ തന്നെയാട്ടാ. അല്ല, പണ്ടൊക്കെ ഈ സമയത്ത് തന്നെയാണ് ഇങ്ങനെ മണ്ണെണ്ണകളൊക്കെ ഇവിടെ ഇങ്ങനെ പാദ്യം പറത്ത് കത്തിച്ച് വെച്ചിട്ടാണ് അരി പൊടിപ്പിച്ച് എന്തത് വൈകുന്നേരം ചെയ്യണേ. അത് 90% പേരും പണ്ട് അമ്മമാരൊക്കെ പണിക്ക് പോയി കിടന്നല്ലോ. അല്ല, എന്റെ വീട്ടിൽ അമ്മ പണിക്ക് പോകില്ലേ.
ജോലിക്ക് പോകണില്ല അമ്മ. 90% എന്നാ പറഞ്ഞ. ആ നിന്റെ അമ്മയൊക്കെ 90-ന് ആ 10% പെടുന്ന ആളുകളാണ്. ശരി, പക്ഷെ അമ്മയും വൈകുന്നേരമാണെന്നത് ചെയ്യാ, രാത്രി. മനസ്സിലായ? അതെല്ലാം കഴിഞ്ഞിട്ട് സമാധാനമായിട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അതന്നെ, അത് ശരി തന്നെയാ. പകൽ മുഴുവൻ പണി തന്നെയല്ലേ അല്ലേ? ഫുൾ ടൈം. നിനക്ക് എഴുതി പൂട്ടുമ്പോഴാണ് വേണം. ഞാൻ കഴിച്ചോളാം. ചേട്ടൻ കഴിച്ചിട്ട് കൈ കഴുകിയിട്ട് ബാറ്റൺ കൈമാറിയിട്ട് ഞാൻ കഴിക്കാം. ഒരു പൊട്ട് തന്നില്ലെങ്കിൽ കൊതി പറ്റും. ഏയ് ഒരു ഒരു പഴത്തിനുണി പഴക്കാണ്ട് അല്ലേ? തിരുണി പഴക്കാണ്ട്. ഏയ് അപ്പൊ ശരി, അപ്പൊ കഴിക്കില്ല. അബദ്ധം പറ്റിയും നമ്മള് ഇത് പോസിറ്റീവ് ആക്കിയില്ലേ? അതന്നെ, വൈകുന്നേരത്തെ ഭക്ഷണം ആക്കി. അവലോസപ്പൊടി എയിമായി തുടങ്ങിട്ടാ കണ്ട, നല്ല തനതായ രൂപത്തിലേക്ക് വന്നു തുടങ്ങി. എന്തായാലും പൊടി അധികം നന്നായി ചേട്ടാ. അല്ല, അത് കാരണം കൊണ്ടാണല്ലോ പുട്ടുണ്ടാക്കി കഴിച്ചത്. അതന്നെ, ഇളക്കാനുള്ള ആവുത് കിട്ടി. ചേട്ടന്റെ ഒരു ബുദ്ധിയും ദീർഘവീക്ഷണവും. ഇതെങ്ങനെ ഇങ്ങനെയൊക്കെ പറ്റണേ? ഭയങ്കരമായ ആള്. അവലോസപ്പൊടി ആ കളറിലേക്കാണ്ട് വന്നു തുടങ്ങിയില്ലേ? നമ്മുടെ ഈ സാധനം നോക്കിയേ, അടിപൊളിയില്ലേ? നല്ല ബ്രൗൺ കളറിലേക്ക് വന്നു തുടങ്ങി. അപ്പൊ നമുക്ക് ഏകദേശം ഇറക്കാറായി. ഞാൻ പൊട്ടുന്ന ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഈ വീഡിയോ ഇവിടെ തീരുന്നില്ല, നാളെ ഇതിന്റെ ബാക്കി ഉണ്ടാവും. ബാക്കി ഫ്രിഡ്ജിൽ എടുത്തു വെച്ചത് നാളെ വീണ്ടും വറക്കണ്ടേ? അത് വറക്കാം. അതെവിടെ? അത് അടുക്കളയിൽ വറുത്താൽ മതിയില്ലേ? അതെന്തായാലും ചെയ്യാം. ഇതുമാതിരി വാരി തിന്നെന്ന് പറഞ്ഞെങ്കിൽ ഇത്രയ്ക്കധികം മാറ്റി വെക്കണ്ടായിരുന്നു. അത്ര അധികം പൊടി, പച്ചപ്പൊടി തൊട്ട് വാരി തിന്നു തുടങ്ങിയത് ചേട്ടൻ. ഇനി ഈ സാധനം നമ്മളിത് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഈ ചൂടുകൊണ്ട് ഇത്തിരി കൂടി ഈ സാധനം മുറുകും. ഇനി നമ്മൾ ഇത് വെച്ച് കഴിഞ്ഞാൽ ഈ കരിച്ചിൽ വരും. നമുക്ക് ഇറക്കാം. ഈ മഴക്കാലം വരെ കഴിയണ വരയ്ക്ക് എനിക്ക് കുറിക്കാനായിട്ട്. അപ്പോൾ നമ്മളിത് ഇറക്കി വെച്ചു. എന്നാലും ഇറക്കി വെച്ചാലും നമ്മളിത് കുറച്ച് സമയം ഇളക്കണം കേട്ടോ. അങ്ങനെ അവലോസ് പൊടിയുടെ പണി കഴിഞ്ഞു. ഇനിയിപ്പം ബാക്കിയുള്ളത് നാളെ രാവിലെ. ഓണത്തിൻ്റെ സമയത്താണോ നമ്മൾ അവലോസ് പൊടി ഉണ്ടാക്കാതെ? സ്കൂൾ പൂട്ടുമ്പോഴാണ്. എപ്പോഴാണ് ഇത് ഉണ്ടാക്കാറ്? വർഷകാലം സമയത്തല്ലേ? വർഷകാലത്താ സമയത്തന്നെ നമ്മൾ ഓർമ്മയൊന്നുമില്ല. റേഷൻ കടയിൽ നിന്ന് പച്ചരി കിട്ടിയാൽ ഉണ്ടാക്കുന്നതായിരിക്കും ഞങ്ങൾ. അങ്ങനെയാണ്. നമുക്ക് പിന്നെ ഇവിടെ പിന്നെ പച്ചരി ആക്കൂല്ലേ? ഇവിടെ പച്ചരി ആക്കും. അമ്മ പാച്ചോറുണ്ടാക്കാൻ. എത്രയാണ് ജന്മിമാരല്ലേ? എത്ര 400 പറയും? 450 പറയുന്നല്ലേ? അതെ, ജന്മിമാരൊന്നല്ല. അതില് എത്രയാ പച്ചരിക്ക് മാറ്റി വയ്ക്കുക? 3 പറ 4 പറ വെച്ച് മാറ്റി വയ്ക്കും. പിന്നെ അവിലിടിക്കാനായിട്ട്, അവിലുണ്ടാക്കാനായിട്ട് ഒരു 2 പറ. അത് അമ്മോട് പറഞ്ഞ് കെഞ്ചി പിടിക്കണം. അമ്മയ്ക്ക് ഇഷ്ടമില്ല അവില്? അമ്മയ്ക്ക് കഞ്ഞി കുടിക്കാനല്ല മെയിനായിട്ട് നോക്കാം. ഈ പലഹാരങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഈ സാധനം മാറ്റി വയ്ക്കാനായിട്ട് ഇതില്ല എല്ലാവരും. അതുകൊണ്ട് ഒരു കൊല്ലം എങ്ങനെ മുട്ടിക്കണം എന്നുള്ളതാണ് മനുഷ്യ മനസ്സിലത്തെ എല്ലാവരും ചിന്ത. മക്കൾക്ക് എങ്ങനെയും വയറിറച്ച് ഭക്ഷണം കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് അച്ഛനമ്മമാരുടെ ചിന്ത. അല്ലാണ്ട് ഇന്നത്തെ പോലെ ഇഷ്ടം പോലെ എല്ലാ ഇപ്പൊ ഇയാള് പിള്ളേർക്ക് ഭക്ഷണത്തിനോട് വീട്ടിലുണ്ടാക്കണ അന്ന് അങ്ങനെയല്ല, കഞ്ഞളം കൂടി ജീവിക്കുന്ന കാര്യങ്ങളായിരുന്നു. അപ്പോൾ പിന്നെ എങ്ങനെയെങ്കിലും ഉള്ള അത് അരിയായിട്ട് തന്നെ കിട്ടുക എന്നുള്ളതാണ് മെയിൻ കാര്യം. പലഹാരം ഉണ്ടാക്കി വേസ്റ്റാക്കി കളയാനായിട്ട് പറ്റില്ല. പലഹാരം വേസ്റ്റല്ല, അതും തിന്നാളെ തന്നെയല്ലേ? അത് നേരങ്ങളിലെല്ലാം ഉണ്ടാക്കാം. അത് മൊത്തത്തിൽ അത് കഞ്ഞിയേക്കാണെങ്കിൽ കഞ്ഞള്ളായിട്ട് കുറച്ച് അധികം ഉണ്ടാവില്ല. പല പലപ്പോഴാണ് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഞാൻ പറഞ്ഞ നമുക്ക് 450 പറ നെല്ല് കിട്ടണമെങ്കിൽ പറഞ്ഞത് കേട്ടാ
അതിന്റെ പിന്നിൽ ഭയങ്കരമായിട്ടുള്ള പ്രയത്നങ്ങൾ കഥകളുണ്ട്. ഇവിടുന്ന് എല്ലാവരും ഓട്ടോമേക്ക് പണിക്ക് പോകണം, വരുമാനം കിട്ടണം എല്ലാവർക്കും. ആ വരുമാനം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാടത്ത് കൃഷി ഇറക്കണമെങ്കിൽ ഭയങ്കര കാശ് ചെലവുണ്ട്. മനസ്സിലായ? പാടത്ത് കാളനെ കൊണ്ടുവന്ന് പൂട്ടിക്കണം, പിന്നെ ഈ അരി ചപ്പ് ചവറുകൾ അല്ല ചാണം കൊണ്ടുവരണം, പിന്നെ പണിക്കാരെ വെക്കണം, പിന്നെ ഈ വരമ്പും കിരമ്പൊക്കെ ഞങ്ങളൊക്കെ വെച്ചോളും, ഈ കളക്കലും കാര്യങ്ങളൊക്കെ. പിന്നെ ഈ വിത്ത് ശേഖരിച്ച് വയ്ക്കണം. വിത്ത് ശേഖരിച്ച് വെച്ചിട്ട് അത് നടണം. അത് നടണതിന് പണിക്കാർ പെണ്ണുങ്ങൾ വേണം. അതിൽ പുല്ല് വരുമ്പോ ഞാനൊരു കാര്യം എൻ്റെ ഇടയിൽ ഒരു ഡൗട്ട് ചോദിക്കട്ടെ. ഈ പണിയെടുക്കണ ചേച്ചിമാരില്ലേ ഇവിടത്തെയൊക്കെ, അവർക്ക് അന്നാന്ന് കൂലി കൊടുക്കണ്ടേ? കൂലി കൊടുക്കാൻ പറ്റാവുന്ന കൂലി കൊടുക്കും ഇതിന്. പക്ഷെ അവർക്ക് എപ്പോഴും കൂലി കൊടുക്കാനായിട്ട് തരില്ല. അപ്പൊ അച്ഛന് എല്ലാവർക്കും ബോണസ് കിട്ടും. ഓണത്തിന്റെ ടൈമിൽ ബോണസ് കിട്ടും കമ്പനിയിൽ നിന്ന്. ബോണസ് കിട്ടുമ്പോൾ ചിലപ്പോൾ അത് കൂടുതൽ കാശൊക്കെ ഉണ്ടാവും. ആ കാശ് മുഴുവൻ ഒരുവിധമൊക്കെ ഈ പണിക്കാർക്ക് കൂലി കൊടുക്കാനേ തയ്യുള്ളൂ. മനസ്സിലായ? അപ്പൊ നിങ്ങൾ കൃഷി നടത്തിയിട്ട് ലാഭം കഞ്ഞി കുടിച്ച് പോവും. അതല്ല, അപ്പൊ ഈ കൂലി കൊടുക്കണ കാശുണ്ടെങ്കിൽ അരി വാങ്ങിച്ചൂടെ? അന്നത്തെ ഈ കുറച്ച് ലാഭം കിട്ടുള്ളൂ, അല്ലാണ്ട് വേറെ കാര്യമൊന്നുമില്ലേ. വെറുതെ നമ്മൾ എന്തോരം പണിയെടുക്കണം എന്നറിയോ? ഇത് നമ്മുടെ വീടിന്റെ അകത്തും എല്ലാ റൂമിലും ഈ കറ്റിയില്ലേ, നെല്ലും കറ്റയാണ് നിറച്ച് എല്ലാ റൂമിലും ഈ മറ്റേ ഒക്ടോബർ ആ സമയം കൊയ്ത്ത് 2 പ്രാവശ്യം പൂവ് കൃഷി ചെയ്യും. 2 പ്രാവശ്യം കൃഷി ചെയ്യും. ആ 2 പ്രാവശ്യം കൃഷി ചെയ്യുമ്പോൾ അയ്യോ ഒരു തവണയില്ലേ ഞാൻ പറയുന്നത്, ഒരു തവണ നമ്മുടെ നെല്ല് കൃഷി ഇത്തിരി മോശമായി. അപ്പം നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പട്ടാമ്പി നെല്ല് ഗവേഷണ കേന്ദ്രം ഉണ്ട്. പട്ടാമ്പി നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ അന്നൊരു ഉഗ്ര വിത്ത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മളാണ് ഈ കൃഷിയിൽ നമ്മൾക്ക് ഇതിൽ ആധുനിക രീതിയിലുള്ള കാര്യങ്ങൾ കൂടുതൽ ഈ പത്രങ്ങളും വായിച്ചും ഇത് റേഡിയോയിലൊക്കെ കേട്ടിട്ടുള്ളത് കൂടുതലാണല്ലോ. അപ്പം എന്താ ചെയ്താൽ ഇവിടുത്തെ നെല്ല് ഇവിടെ അന്ന് ഏതൊക്കെയാണ് ജ്യോതിയ ഈ ത്രിവേണി അങ്ങനത്തെ എന്തൊക്കെയാണ് 58 തവളക്കണ്ണനൊക്കെ നമ്മൾ 58 ഉണ്ടായിരുന്നു. 58 ഇത്രയ്ക്ക് ചേർന്നാണ്, കുഞ്ഞ് നെല്ലാണ്, ഉയരം കുറവാ. അത് കൃഷി ചെയ്തിട്ട് അത്രയ്ക്കാണ്ട് ഗുണം ഉണ്ടാവില്ല. ആ പാട്ട് കേട്ടില്ലേ? 58 കണ്ടാൽ പൊന്നമ്മച്ചി എങ്ങനെ ഞാൻ ഇട്ടേച്ച് പോരും. അപ്പൊ 58 ഞങ്ങൾ ഒഴിവാക്കി. എന്നിട്ട് അപ്പൊ പട്ടാമ്പിയില് പുതിയ ഒരു നെല്ല് ഇറങ്ങിയിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് അത് നല്ല വിളവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അത് വാങ്ങിക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പൊ അതിന് കാശ് കൂടുതലാണ്. അപ്പൊ എത്ര പറയണ്ട, നമ്മുടെ ഈ മൊത്തം കൃഷി ചെയ്യണമെങ്കിൽ നമുക്ക് എത്ര പറഞ്ഞില്ലാണ്ട് വേണം. എന്നിട്ട് ഒരു ദിവസം കാലത്ത് ഞാനും ജോയിയും കൂടിയിട്ട് ഈ പട്ടാമ്പിലേക്ക് പോയി. ചാക്കൊക്കെ പിടിച്ചിട്ട് 4 ചാക്കും പിടിച്ച് ഞങ്ങള് പട്ടാമ്പിലേക്ക് ബസ് കയറി പോയി. കുന്നംകുളം കൂടിയിട്ട് ഞങ്ങള് ജോയിനെ അറിയില്ലേ, ജഗുവിന്റെ കൂട്ടുകാരൻ ജോവിന്റെ അപ്പച്ചൻ. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടിയിട്ട് ഈ പട്ടാമ്പി ടൗണിൽ നിന്ന് കുറച്ച് ദൂരം പോകണം ഈ പട്ടാമ്പി നെല്ല് ഗവേഷണ കേന്ദ്രത്തിലേക്ക്. അവിടേക്ക് പട്ടാമ്പിയിൽ നിന്ന് ഞങ്ങൾ ചാക്കും പിടിച്ചിട്ട് യാത്രികാരെ പോലെ ഞാനും ജോയിയെ ഇങ്ങനെ നടന്ന് പോയി. കാരണം കാശ് അധികമില്ല, ഓട്ടോറിക്ഷ അങ്ങനെ വിളിച്ച് പോകാനുള്ളതില്ല, കുറച്ച് ദൂരം ഉണ്ട്. അങ്ങനെ പോയി പട്ടാമ്പി നെല്ല് ഗവേഷണ കേന്ദ്രം വിശാലമായ സ്ഥലമാണ്. കേരള ഗവൺമെന്റിന്റെ പട്ടാമ്പി നെല്ല് ഗവേഷണ കേന്ദ്രം, കേരള കാർഷിക സർവകലാശാല. ഇപ്പോഴൊന്നല്ല, എത്ര കൊല്ലം മുമ്പ് 1988 89 ചാക്ക് എത്ര 3 ചാക്കിൽ നിറച്ച് നെല്ല് വാങ്ങിച്ചു. നെല്ല് വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് ഈ സാധനം കൊണ്ടുവരാൻ എങ്ങനെയാ കൊണ്ടുവരാ? അന്ന് ഫോണിലൊന്നുമില്ല, അത് കൊണ്ടുവരാൻ ഫോണിന്റെ മോളിൽ വെച്ചിട്ടല്ലേ കൊണ്ടുവരാ. വല്ലവരെയും വിളിച്ചിട്ട് ഇത് അവിടേക്ക് വല്ല വണ്ടി എത്തിക്കുക, ഓട്ടോറിക്ഷ എത്തിക്കുക, അങ്ങനെ എന്തെങ്കിലും ഇത് ചെയ്യാനുള്ള ഒരു വഴിയില്ല. പട്ടാമ്പി നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് ഞാനും ജോയും കൂടിയിട്ട് ഈ 3 ചാക്ക് 2 ചാക്ക് ഞാൻ തലയിലും 1 ചാക്ക് ജോയും പിടിച്ചിട്ട് അയ്യോ ഞങ്ങള് പട്ടാമ്പി ബസ് സ്റ്റാൻഡ് വരെ ഞങ്ങള് നടന്നു. നിങ്ങൾക്ക് അറിഞ്ഞൂടെ ഇത് 3 ചാക്ക് കൊണ്ടുപോകുമ്പോ നിറച്ച് നെല്ല് കൊണ്ടല്ലേ വരാൻ പോണേ. എനിക്ക് എന്നിട്ടേ വിശപ്പായി. അയ്യോ എനിക്ക് ചിരി വരാ കാര്യമല്ലോ.
ഭയങ്കര വിശപ്പായി. കാര്യം ഇത്രയും ദൂരം ഞങ്ങൾ രണ്ടുപേരും നടന്നു വന്നല്ലേ. അപ്പൊ ജോയിക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണ്ട, അല്ലെങ്കിൽ എന്താ അത് കുറച്ച് കാശുണ്ട്. അപ്പൊ ചിക്കൻ ബിരിയാണി വേണമെന്ന് പറഞ്ഞു ജോയി രഹസ്യമായിട്ട്. അപ്പോൾ അവിടെ ഹോട്ടൽ കണ്ടു, ഏതാ ഹോട്ടലൊന്നും നമുക്കൊന്നും ഓർമ്മയില്ല. ആ ഹോട്ടലിൽ പോയിട്ട് നല്ല നട്ടപ്ര വെയിൽ നടന്ന് ഞങ്ങൾ ഈ സാധനം ചോന്നും വയ്യാണ്ട് ഈ ചീഞ്ഞ ചാള പരിവായിട്ടാണ് പട്ടാമ്പി ബസ് സ്റ്റാൻഡിലെത്തിയത്. നെല്ലൊരു സ്ഥലത്ത് വെച്ചിട്ട് ഒരു സ്ഥലത്ത് ഒതുക്കി വെച്ചിട്ട് ഞങ്ങൾ ഈ ഹോട്ടലിൽ കയറി ബിരിയാണി കഴിച്ചു. ജോയിക്കാണെങ്കിൽ ചിക്കൻ്റെ ലെഗും എനിക്ക് ബിരിയാണിയുടെ അന്ന് ഇഷ്ടമില്ല, ഞാൻ ചോറ കഴിച്ചെന്നുണ്ട്. ഈ ചിക്കൻ ലെഗും പിന്നെ വേറെ ഒരു ഈ സൈഡിലത്തെ ഒരു വലിയൊരു പീസും. ജോലി പറയും ഭീകര കഷ്ണങ്ങള്. എന്നിട്ട് അതൊരു പൊളിച്ചവിടെ അതിൻ്റെ ഉള്ളിൽ നിറയെ ചോര വെന്തിട്ടില്ല, ഇതായിട്ടില്ല. അയ്യോ ജോയി അത് കഴിച്ചു, ഫസ്റ്റ് കഴിച്ചു. പിന്നെ അവിടെ നിന്നാണ് അവൻ പട്ടാമ്പി അവിടെ വരെ ഛർദിക്കില്ല. അവിടെ ഇന്നും ഈ സാധനത്തിൽ ഓക്കാനം വന്നിട്ടേ അങ്ങനെ ഒരു ബിരിയാണി കഴിക്കില്ലേ. അത് കഴിഞ്ഞിട്ട് തൃശ്ശൂർക്കുള്ള ബസ് വന്നപ്പോൾ ബസ്സുകാരോട്, ഫസ്റ്റത്തെ ബസ്സുകാരോട് പറഞ്ഞു ഞങ്ങൾ ഈ ചാക്ക് നില കയറണമെന്ന് പറഞ്ഞപ്പോൾ അവർ സമ്മതിച്ചില്ലേ. കാരണം അവർക്ക് ആളുകൾ കയറേണ്ടാണ്, അവിടെ നിന്ന് വരുന്നതാണ്. അവർ സമ്മതിച്ചില്ല. പിന്നെ അടുത്ത വണ്ടി വന്നപ്പോൾ ഞാൻ കാല് പിടിച്ചു കയറ്റിട്ട് കൊണ്ടുപോയി തൃശ്ശൂർക്ക് എത്തണമെന്ന് പറഞ്ഞപ്പോൾ അവർ സമ്മതിച്ചു, മോളിയെ കയറ്റാൻ സമ്മതിച്ചു. എനിക്ക് മോളി കയറാൻ പേടിയില്ല. ജോയിനെ തള്ളിപ്പിടിച്ച് അതാണ് മോളിലേക്ക് കയറ്റിട്ട് കോഴി ബിരിയാണി ഓഫർ ചെയ്തിട്ടാവും അതിനെ കൊണ്ടുപോയി. എന്നിട്ട് അവിടുന്ന് ഇവിടെ എത്തി കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങള് ജോയിന് മോളിൽ കയറി. ശക്തനില് ആ ചോക്കലില്ലേ, ശക്തനില് വന്നിട്ട് ബസ് നിർത്തിയിട്ട് അവര് മറ്റേ പെട്രോൾ പമ്പിന്റെ അവിടെ ഒതുക്കിയിടാൻ വേണ്ടി അവിടെ ഒതുക്കിയിട്ടപ്പോൾ എല്ലാവരും ഇറങ്ങി പോയിട്ട് വണ്ടി ഒതുക്കിയിട്ടിട്ട് ജോയി മോളിൽ നിന്ന് കയറിയിട്ട് ചാക്ക് അടിയിലേക്ക് ഇട്ടു. എന്നിട്ട് ആ ചാക്ക് പിന്നെ ഞങ്ങള് എങ്ങനെയാ ഇവിടേക്ക് കൊണ്ടുവന്നേ? ഇവിടുന്ന് ബസ്സിലേക്ക് കൊണ്ടുവന്ന എന്തുകൊണ്ട് ഓട്ടോ വിളിച്ചു വരും അവിടുന്ന്. അന്ന് ഓട്ടോ ഓടിക്കാൻ കാശൊന്നുമില്ല. അങ്ങനത്തെ എന്നിട്ട് അത് കൊണ്ടുവന്നിട്ട് എന്നിട്ടുണ്ടായില്ലേ അത് വിത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നനച്ചിട്ട് നമ്മള് ആ സമയമാകുമ്പോ വിത്ത് എടുത്തു വെച്ചു. വിത്ത് നനച്ച് കഴിഞ്ഞിട്ട് നനയ്ക്കണം നമ്മള്. നനച്ചിട്ട് ഇങ്ങനെ ഈ വീടിന്റെ ചുമരുണ്ട്, ഇങ്ങനെ ചുമരുണ്ടെങ്കിൽ ആ ചുമരിന്റെ ഈ മൂലയില് നമ്മൾ ഈ വിത്ത് മറ്റേ ചണച്ചാക്ക് നനച്ച് അടിയിലിടും. എന്നിട്ട് അതിൽ ഈ വിത്ത് മുഴുവൻ കൂമ്പാരം കൂട്ടിയിട്ടിട്ട് ഈ ചണച്ചാക്ക് പൊതിഞ്ഞ് പൊത്തി വെക്കും. കല്ലൊക്കെ ഇഷ്ടിക്കും, കല്ലും വെട്ടുകല്ലും ഒക്കെ ഇങ്ങനെ കയറ്റി വയ്ക്കും, അമർത്തി വയ്ക്കും. അങ്ങനെ പിറ്റേ ദിവസം വീണ്ടും അത് ആ ചാക്കുകളും കട്ടയൊക്കെ മാറ്റിയിട്ട് വീണ്ടും വെള്ളം കൂട്ടി നനയ്ക്കണം നെല്ലിന് മുള വരാനായിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേ ദിവസം അപ്പോഴേക്കും മുള വന്നിട്ടോ പിന്നെ വല്ലാണ്ട് നനയ്ക്കാൻ പാടില്ല, കാരണം മുളയൊക്കെ പൊട്ടും. ഈ സാധനം മുള വന്നു മനുഷ്യൻ ഇതുപോലെ ആ നെല്ല് ഞങ്ങൾക്ക് പേപ്പറിൽ വായിച്ച് പറഞ്ഞ ഈ നെല്ല് ഏറ്റവും അടിപൊളി ചേട്ടനാവും. ഞാൻ പേപ്പറിലൊന്ന് കൃഷിക്കാരെ മറ്റേ ഇത് പേപ്പറിലും കാർഷിക രംഗത്തിൽ കണ്ടതും മറ്റേ റേഡിയോയിലത്തെ മറ്റേ പരിപാടിക്കില്ലേ കൃഷിപ്പാടം, അതൊക്കെ അവരെ വിളിച്ച് പറയായിരുന്നില്ലേ പട്ടാമ്പിയിലേക്ക്? അവിടേക്കൊന്നും വിളിച്ച് പറയാൻ പറ്റില്ല, അത് നമ്മുടെ കുഴപ്പമായിരിക്കും ചിലപ്പോൾ, നമ്മുടെ നനച്ചതിൻ്റെ അല്ലെങ്കിൽ വേറെ രീതിയിൽ. പിന്നെ വിത്ത് കൊണ്ടുവന്നിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ വിത്തിന്റെ ഉപയോഗം വന്നത്. കുറച്ച് നാൾ കഴിഞ്ഞിട്ടേ വിത്ത് വിതയ്ക്കണല്ലോ നമ്മള്, അപ്പോഴേക്കും എന്തെങ്കിലും കേട് വന്നിട്ടുണ്ടോ, എന്തെങ്കിലും നാശം സംഭവിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഞങ്ങളുടെ ഒരു പട്ടാമ്പി നല്ല തെറിയിട്ടുണ്ടല്ലോ അമ്മയുടെ. കാശ് പോയില്ലേ ഇത്ര വിത്ത് വാങ്ങിക്കാൻ? കാശ് പോയത് മാത്രല്ല, ഞങ്ങള് അവിടേക്ക് പോയ കാര്യം ആലോചിക്കുമ്പോ അതൊരു ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. എത്ര ദൂരം ഞങ്ങൾ തലയിൽ ചോന്നിട്ട് 6 പറ നെല്ല് 80 കിലോ നെല്ല് ഞങ്ങള് ചോന്ന് കൊണ്ടുവന്നത്. അതല്ല 1988 ആ സമയത്ത് തന്നെയാണ്. 88 അതിന് മുന്നോണ്ട് ആ സമയത്ത് തന്നെയാണ്. ജോയിക്ക് എത്ര വയസ്സുണ്ട്? ജോയി എന്നെക്കാളും താഴെ 10-12 വയസ്സുള്ള. അയ്യോ പക്ഷെ അവൻ ഭയങ്കര സൈസാ. 12 വയസ്സായി ഉണ്ടാവുള്ളോ. ഇത് ചോപ്പിക്കും ചെയ്തു ചേട്ടൻ. അതെ, അതിന് 19 പോരാന്നുണ്ട്. 1989 ആ സമയത്ത് തന്നെ എന്തുകൊണ്ട് എനിക്ക് ഓർമ്മയില്ല കൃത്യമായിട്ട്. അത് നെല്ല് അപ്പൊ നമ്മളൊരു അഭിമാന പുളകിതരായിട്ടാണ് ഇവിടേക്ക് വന്നത്. ഇവിടെ മറ്റേ ഇവിടെ നമ്മുടെ ഗംഗാധരൻ നായർ മറ്റേ ജയന്റെ അച്ഛനൊക്കെ ഉണ്ട്. അവരടുത്തൊക്കെ നമ്മളെ അഭിമാന പുളകിത വിജൃംഭിതനായിട്ടാണ് പട്ടാമ്പിക്ക് നെല്ല് വാങ്ങിക്കാൻ പോണത്.
അപ്പൊ അവരൊക്കെ ഞങ്ങൾക്ക് കിട്ടാൻ എന്താ ഒരു വഴി, പട്ടാമ്പിരിക്കണം നെല്ല് ഗവേഷണ കേന്ദ്രത്തേക്ക് നെല്ല് വാങ്ങിക്കാൻ പോണതേ. അപ്പൊ അതിന്റെ ഡിമാൻഡ്, കാരണം ഇവരൊക്കെ ഈ ഊച്ചാല് മറ്റേ ജ്യോതി മറ്റേ അയ്യ അങ്ങനത്തെ ഇതൊക്കെ ഞാൻ പുതിയ നെൽവിത്ത് തന്നെ വാങ്ങിക്കാൻ പോണത്. അങ്ങനെ സംഭവം. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് അച്ഛനും അമ്മ ഇവർക്കൊക്കെ ബോണസ് കിട്ടുന്നതിന് കാശൊക്കെ നമുക്ക് അടിച്ചു പൊളിക്കാനൊന്നും പറ്റില്ല, ഡ്രസ്സ് എടുക്കാൻ പറ്റില്ല. ഒക്കെ ഈ പണി അയലോക്കത്തുള്ള ചേച്ചിമാരും അമ്മമാരൊക്കെ പാടത്ത് പണിക്ക് വരുമ്പോൾ അവർക്ക് ആ സമയത്ത് കൂലി കൊടുക്കാൻ പറ്റില്ല. പിന്നെ ഒരു കാര്യം, ഈ നെൽകൃഷി നടത്തുന്ന ടൈമിൽ വീട്ടിലത്തെ എല്ലാ സാധനങ്ങളും അവിടെ നമ്മുടെ ഈ ഇവിടെ എറപ്പായപ്പിളരെ വീടുണ്ട്. ആളാണ് പണയെടുക്കുന്നത്, ഈ നാട്ടിലത്തെ പണയെടുക്കുന്ന ആള്. എല്ലാ കിണ്ടി ലോട്ട എന്തും പണയെടുക്കാം. അവിടെ നമ്മുടെ വീട്ടിലത്തെ ഒരുവിധം എല്ലാ സാധനങ്ങളും അവിടെ പണയത്തിലായിട്ടോ. ബോണസ് കിട്ടുന്ന ടൈമിലാണ് അതൊക്കെ പണയത്തിലെടുത്ത് തിരിച്ച് എടുക്കുന്ന ടൈം. അങ്ങനെ ഒരു പണയം വയ്ക്കുന്ന വീട് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതായത് നമ്മൾ കൃഷി ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കഞ്ഞി കുടിക്കാൻ മാത്രം, ഇങ്ങനെ മുട്ടിച്ച് കഴിഞ്ഞ് പോകാം. പണിയെടുക്കുക കഞ്ഞി കുടിക്കുക, പണിയെടുക്കുക കഞ്ഞി കുടിക്കുക, ഇത് തന്നെയാണ് എല്ലാവരും പരിപാടി. അങ്ങനത്തെ ഒരു കാലഘട്ടമായിരുന്നു. എനിക്കതാ മനസ്സിലാവാത്തത്. ഇതുകൊണ്ട് അരി വാങ്ങിച്ചാൽ പോരെ, അരിക്ക് ഭയങ്കര വിലയായിരുന്നു അന്ന്. അരി വാങ്ങിച്ചത് അതൊന്നും എനിക്കറിയില്ല. അന്ന് ഞാൻ ഒരു കാര്യം പെട്ടെ, നമുക്ക് അല്ല കൃഷി ചെയ്യുന്നവർക്ക് മാത്രം കുത്തരിയുള്ളൂന്ന് തോന്നുന്നു ആ സമയത്ത്. അതിലത്തെ മെയിൻ ഒരു കാര്യം എന്ന് പറയുന്ന, നമ്മള് 1984 വീണ്ടും നെൽകൃഷി വാങ്ങിച്ചു. 86 അമ്മായിയുടെ സ്ഥലം വാങ്ങിച്ചു, നിലം വാങ്ങിച്ചു ഫോളില്. അത് അതാ 5 പറക്കുണ്ട്. 5 പറക്കെന്ന് പറഞ്ഞാൽ 50 സെന്റാണ് വാങ്ങിച്ചത്. 50 സെന്റാണ്, 60 സെന്റാണ് കൊണ്ട് വാങ്ങിച്ചത്. നമുക്ക് 50 സെന്റ് അവിടെ ഉണ്ടായിരുന്നുള്ളൂ കോൾപ്പാടത്ത്, കോൾ നിലങ്ങളിൽ. അവർ 60 സെന്റ് കൂടി വാങ്ങിച്ചു. ആ സമയത്ത് ഇവിടെ ഈ കഞ്ഞി കുടിക്കണം എന്നുള്ളൊരു പൂതിയിലാണല്ലോ വാങ്ങിച്ചത്. നെല്ല് കൊയ്ത് അത് കൊടുന്ന് നല്ല കഞ്ഞി കുടിക്കുക എന്നുള്ളത്. ആ സമയത്ത് ഇവിടെ എവിടെയെങ്കിലും ആ കാശ് കൊണ്ട് സ്ഥലം വാങ്ങിച്ചിട്ടില്ലേ, ഭൂമി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ, കരഭൂമി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെ വിട്ടിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കധികം കാശ് കിട്ടിയെന്നെ. എന്തൊരു ലോക വിഡിത്താണ്. എത്ര കൊല്ലക്കാലം അത് അവിടെ ഇപ്പോഴും ഈ സെന്റിന് 8000 രൂപയുള്ളോ. മനസ്സിലായ? നമ്മളന്ന് വാങ്ങിക്കുമ്പോഴും നല്ല വില ഉണ്ടെന്ന്. അല്ലാന്ന് ആലോചിക്കുന്നത് ഓരോ അബദ്ധങ്ങളെ. കൃഷിസ്ഥലം വേണം എന്ന് വിചാരിച്ചിട്ട് ഒന്നിനും കൊള്ളില്ലേ. അത് മണ്ണിട്ട് നടത്താനും പറ്റില്ല, ഒന്നിനും പറ്റില്ല, ഒരു ഇതും പറ്റില്ല. ഒരു കാലത്ത് അതൊക്കെ ഈ മറ്റേ കോൾ നിലങ്ങളാണ്. അങ്ങനത്തെ സ്ഥലത്ത് പോയി വാങ്ങിച്ചു. അങ്ങനെ അബദ്ധങ്ങൾ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. കഞ്ഞി കുടിക്കാനുള്ള വകുപ്പ് ഉണ്ടാക്കുക എല്ലാ അച്ഛനമ്മമാരുടെ ചിന്ത തന്നെയാണ്. അങ്ങനെ ഒരു കാര്യം. ഇനിയിപ്പോൾ നമുക്ക് നാളെ അല്ലാണ്ട് അവിടേക്ക് പോകാം. ഇതും കൊണ്ട്